ഹലോ കൂട്ടുകാരി, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്രിസ്മസ് സ്പെഷ്യൽ റൂം മേക്ക് ഓവർ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ മേക്ക് ഓവർ ചെയ്യാൻ പോണത് ലിവിങ് റൂമും ഡൈനിങ് റൂമുമാണ് നമ്മൾ മേക്ക് ഓവർ ചെയ്യണത്. അപ്പോൾ ലിവിങ് റൂം ആദ്യം നമുക്ക് നല്ല വൃത്തിയാക്കി എടുക്കാം. അതിനുശേഷം നമുക്ക് ഇവിടെ മേക്ക് ഓവർ ചെയ്യാം. അതോടൊപ്പം തന്നെ ഡൈനിങ് റൂം നമുക്ക് ക്ലീൻ ചെയ്യണം, അവിടെ മേക്ക് ഓവർ ചെയ്യണം. അപ്പോൾ ലിവിങ് റൂമാണ് കുറച്ച് എനിക്ക് കൂടുതൽ വൃത്തിയാക്കാനുള്ളത്. ഡൈനിങ് ഏരിയ അത്രയധികം കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല. അപ്പോൾ നമ്മൾ ജനാലകൾ പൊടി തുടയ്ക്കൽ, അതാണ് മെയിനായിട്ട്. എനിക്ക് പൊടി തുടയ്ക്കലാണ് മെയിനായിട്ട് ചെയ്യാനുള്ളത്. അടിച്ചു വാരി തുടയ്ക്കൽ ഇപ്പോൾ നമ്മൾ നോർമലിൽ ചെയ്തുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണ്. പക്ഷേ പൊടി തുടയ്ക്കാനാണ് പലപ്പോഴും വിട്ടു പോകുന്നതും സമയമെടുക്കുന്ന കാര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിങ്ങനെ സ്കിപ്പ് ചെയ്ത് മാറ്റി വയ്ക്കുന്നൊരു ജോലിയാണ്. അപ്പോൾ എന്തായാലും ഇത് മേക്ക് ഓവർ ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ഞാൻ എപ്പോഴും ഒരു ഡീപ്പ് ക്ലീനിങ് ചെയ്തിട്ടാണ് നമ്മൾ റൂം മേക്ക് ഓവർ ചെയ്യാറുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ ക്രിസ്മസ് സ്പെഷ്യൽ മേക്ക് ഓവറാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ വിൻ്റർ സ്പെഷ്യൽ മേക്ക് ഓവർ ചെയ്യണത്. എനിക്ക് മേക്ക് ഓവേഴ്സൊക്കെ ചെയ്യണതിൽ ഏറ്റവും ഇഷ്ടവും വിൻ്റർ സ്പെഷ്യൽ മേക്ക് ഓവർ ചെയ്യണതാണ്. കാരണം ക്രിസ്മസിൻ്റെ ആ ഒരു തീമും ആ ഒരു തണുപ്പും അതൊക്കെ ഒരു പ്രത്യേക രസമാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ വേഗം തന്നെ നമ്മൾ ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ജനാലകളാണ് ആദ്യം ഞാൻ പൊടി തുടയ്ക്കുന്നത്. അപ്പോൾ ചെറിയ ചെറിയ ഗ്രില്ല് പോലത്തെ ജനാലകൾ വൃത്തിയാക്കിയിട്ട് ഞാൻ കുറച്ച് സമയം എടുക്കും. ഈ പറഞ്ഞ പോലെ അതുകൊണ്ട് തന്നെ വലിയ താല്പര്യമില്ലാത്തൊരു ജോലിയാണത്, എന്നാലും ചെയ്യാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്തായാലും അത് ആദ്യം തന്നെ ഫുള്ളായിട്ടും തുടച്ചെടുക്കാം. അതിനുശേഷം അവിടെ ഇരിക്കുന്ന ഓരോ ഐറ്റംസും നമുക്ക് തുടച്ച് വൃത്തിയാക്കണം. അപ്പോൾ സാധാരണ സോഫ ജസ്റ്റ് ഞാനിങ്ങനെ ഒന്ന് ഡസ്റ്റ് ചെയ്ത് വിടാറുള്ളൂ. അപ്പോൾ ഇന്ന് ഞാൻ ആ സോഫയുടെ ഫുൾ കുഷ്യൻ അത് അങ്ങനെ തന്നെ എടുത്തിട്ട് അടിച്ചെടുക്കുകയാണ്. കാരണം അതിൻ്റെ പിന്നിലൊക്കെ മാറാലും കാര്യങ്ങളൊക്കെ വരാം. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്താണ് ഇതൊക്കെ ആകെ എടുത്തൊന്ന് മാറ്റുള്ളൂ. അപ്പോൾ അതൊക്കെ എടുത്തൊന്ന് മാറ്റി നമുക്ക് പൊടിയൊക്കെ തട്ടി ഫുള്ളായിട്ടും അതിൻ്റെ ഫ്രെയിമും അതൊക്കെ പൊടി തട്ടി തുടച്ച് എടുക്കാട്ടെ. അപ്പോൾ ഞാൻ ചെറിയ നനവുള്ളൊരു തുണി കൊണ്ട് പിന്നെ പൊടി വല്ലാണ്ടുണ്ടെങ്കിൽ നനച്ച് തുടക്കുകയാണ് ചെയ്യാറ്. വേറെ സ്പെഷ്യലായിട്ടൊരു ക്ലീനിങ് സൊല്യൂഷനൊന്നും ഞാനിപ്പോൾ ഈ ഒരു ഫർണിച്ചറിൽ അധികം യൂസ് ചെയ്യാറൊന്നുമില്ല. കാരണം അതുപോലെ ആ പോളിഷും കാര്യങ്ങളൊക്കെ പോകണ്ടെന്ന് വെച്ചിട്ട് ജസ്റ്റ് തുണി വെച്ച് തുടച്ചാൽ നമുക്ക് പോവും. അത്രയും പൊടിയൊക്കെ ആയാലാണ് ഒന്ന് നനച്ച് തുടയ്ക്കാറുള്ളൂ. അപ്പോൾ ഞാൻ ജസ്റ്റ് അതിങ്ങനെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഡെക്കോറൊക്കെ വെക്കുന്ന ഷെൽഫ് ഇവിടെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുക. നമുക്കത് എടുത്ത് മാറ്റാനൊന്നും പറ്റില്ല, സ്ക്രൂ ചെയ്ത് അവിടെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയ ചെറിയ ഡെക്കോർ ഐറ്റംസ് ഒക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ് അത് അവിടെ വെച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ സെറ്റിയും ചുമരും തമ്മിലൊരു ഗ്യാപ്പ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് അവിടെ ജസ്റ്റ് നമ്മൾ വീടിൻ്റെ ഈ റിനോവേഷനൊക്കെ ചെയ്യുന്ന സമയത്ത് ഉണ്ടായിരുന്ന മാർബിളിൻ്റെയും ഗ്രാനൈറ്റിൻ്റെയും പീസ് ജസ്റ്റ് അടയിൽ വെച്ച് കൊടുത്തിരിക്കുക. അപ്പോൾ ചുമരുമ്പേക്ക് സോഫ മുട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാനിനി ഒന്ന് ജസ്റ്റ് അടിച്ചെടുക്കുകയാണ് ആ മാറാലിയും പൊടിയും ഒക്കെ തട്ടിയതൊക്കെ. അപ്പോൾ നമ്മളിപ്പോൾ ഇത് ഫുള്ള് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും കൂടി ഒന്ന് ജസ്റ്റ് അടിച്ച് കൊടുക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ എന്തായാലും ഞാനിനി ആ സോഫയുടെ കുഷനും കാര്യങ്ങൾക്കൊക്കെ അതൊക്കെ തിരിച്ച് അവിടേക്ക് വെക്കണം. ലിവിങ് റൂമിൻ്റെ ക്ലീനിങ് ഏതാണ്ട് കംപ്ലീറ്റ് ആയി. ഞാനതിന് ശേഷം ഫുള്ള് അടിച്ച് വാരി ഒന്നും കൂടി എന്നിട്ട് തുടച്ചിട്ടു. അപ്പോൾ നമ്മുടെ ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ആയി. മെയിനായിട്ട് പൊടി തുടക്കലായിരുന്നു വലിയൊരു പണി ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ വലിയൊരു ജോലി കംപ്ലീറ്റ് ആയ പോലെയായി. ഇനി നമുക്ക് ഡൈനിങ് ഏരിയയിലുള്ള ജനാലയും അതുപോലെ തന്നെ ആ ഷോക്കേസ് ഞാൻ ഉള്ളിലൊന്നും ഐറ്റംസ് ഒന്നും എടുക്കുന്നില്ല, പുറത്ത് ജസ്റ്റ് തുടച്ചെടുക്കുകയാണ്. അതോടൊപ്പം തന്നെ നമുക്ക് ടേബിളും തുടച്ചെടുക്കണം, പിന്നെ ഫ്ലോർ അടിച്ച് വാരിയും തുടച്ചിടണം. അപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് കുറച്ച് സമയം എടുത്ത് ജോലിയാണെങ്കിലും വീഡിയോയിൽ നമ്മളത് വേഗം വേഗമാണ് ചെയ്ത് കാണിക്കുന്നത്. കാരണം നമുക്ക്
സ്റ്റൈലിലെ ഏറ്റവും ബെസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് മേക്ക് ഓവറാണ്. അപ്പോൾ അതിലേക്ക് വേഗം പോകാൻ വേണ്ടിയിട്ടാണ് എനിക്കും ഇഷ്ടം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മളൊരു കേക്കൊക്കെ ബേക്ക് ചെയ്യുമ്പോൾ കേക്കൊക്കെ ബേക്ക് ചെയ്ത് കഴിഞ്ഞ് അതിന് ഐസിങ് ചെയ്യുന്നതിന് തുല്യമാണ് ഞാൻ വിചാരിക്കുന്നത് ഒരു മേക്ക് ഓവർ എന്ന് പറയുന്നത്. അപ്പോൾ ക്ലീൻ ചെയ്ത് നമ്മുടെ റൂമുകൾ അല്ലെങ്കിൽ അതൊക്കെ വൃത്തിയായി കഴിയുമ്പോൾ ബേസ് റെഡിയായി. ഇനി അത് മേക്ക് ഓവർ ചെയ്ത് നമ്മുടേതായ രീതിയിൽ സ്റ്റൈലൊക്കെ ചെയ്യുമ്പോഴാണ് ഒരു ഭംഗി അല്ലേ. അപ്പോൾ നമുക്ക് വേഗം തന്നെ നമ്മുടെ ക്ലീനിങ് പാർട്ട് നമ്മൾ അവസാനിപ്പിക്കാം. നമ്മുടെ മേക്ക് ഓവറിലോട്ട് പോകാം. മേക്ക് ഓവർ വേണ്ടിയുള്ള ഐറ്റംസ് ഒക്കെ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് ഏതൊക്കെയാണ് നമ്മുടെ ക്രിസ്മസ് തീമാണല്ലോ നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ വൈറ്റ് ആൻഡ് റെഡ് ആണ് അതിൻ്റെ കോമ്പിനേഷൻ. ആ കളേഴ്സ് തന്നെയാണ് ഈ പ്രാവശ്യം നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ കേർട്ടൻസ് നമ്മൾ റെഡും വൈറ്റും ഒക്കെ മിക്സ് ചെയ്ത് ആ ഒരു രീതിയിലാണ് ചെയ്യാൻ പോണേ. അപ്പോൾ ഞാൻ എന്തായാലും ഇനി ചെയ്ത് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ കേർട്ടൻസ് ഞാൻ കൊടുത്തിട്ടുള്ളത് വൈറ്റ് ആൻഡ് റെഡ് കോമ്പിനേഷനാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഫുൾ റെഡായപ്പോൾ എന്തോ ഒരു അപാകത തോന്നി. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ വൈറ്റ് കളറും കൂടി കൊടുത്തതാണ്. പിന്നെ സോഫ കവറാണ് ഞാൻ വിരിച്ച് കൊടുക്കുന്നത്. നമ്മുടെ സോഫ ഒരു ബ്രൗൺ കളറാണ്. അപ്പോൾ അതൊന്നൊരു വൈറ്റ് ഷെയ്ഡ് വരുമ്പോൾ കുറച്ചും കൂടി ഭംഗിയുണ്ടാവും തോന്നിയുകൊണ്ട് ഒരു വൈറ്റ് സോഫ കവറിൻ്റെ സെറ്റ് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് നമ്മൾ വിരിച്ച് കൊടുക്കുന്നത്. ഇനി വൈറ്റ് ബെഡ്ഷീറ്റ് ഉണ്ടെങ്കിൽ അത് വെച്ചൊക്കെ കവർ ചെയ്യാം. പക്ഷേ വൈറ്റ് കളർ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് കൊച്ചു കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ അവർ അഴുക്കാക്കും. അപ്പോൾ അതുകൊണ്ട് ഇവർ ചെറുതായിരുന്നപ്പോൾ ഞാൻ വൈറ്റ് ഒന്നും ഉപയോഗിക്കാറൊന്നുമില്ല കേട്ടോ. ഡാർക്ക് കളേഴ്സോ അല്ലെങ്കിൽ അങ്ങനത്തെ കുഷൻ കവേഴ്സൊക്കെയാണ് നമ്മൾ വെക്കാറുള്ളത്. പക്ഷേ ഈ പ്രാവശ്യം നമ്മൾ എടുത്ത കുഷൻ കവേഴ്സും വൈറ്റും റെഡും കോമ്പിനേഷനാണ്. കാരണം മിസ്സൈൻ റോസ് കുറച്ച് വലുതായില്ലോ. അപ്പോൾ അതുകൊണ്ട് അവർ കുറച്ചുകൂടി സൂക്ഷിക്കും എന്നുള്ളൊരു വിശ്വാസം ഉള്ളതുകൊണ്ടാണ് അങ്ങനത്തെ നമ്മൾ എടുത്തിരിക്കുന്നത്. കുഷൻ കവേഴ്സും സോഫ കവറൊക്കെ നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ടീപ്പോയിമേ ചെറിയൊരു ഷീറ്റ് വിരിക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ കോർണറിൽ ഒരു ചെറിയ ക്രിസ്മസ് ട്രീ ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ വെക്കുകയാണ്. ഈ ഒരു ചെറിയ വൈറ്റ് ടേബിൾമേയാണ് നമ്മൾ വെക്കുന്നത്. ക്രിസ്മസ് ട്രീ ഞാൻ ഉണ്ടാക്കുന്ന മോഡൽ ക്രിസ്മസ് ട്രീയുടെ വീഡിയോ മുമ്പ് ചെയ്തിരുന്നു. വേണമെങ്കിൽ നിങ്ങൾക്കത് കണ്ടു നോക്കി അതുപോലെ ട്രൈ ചെയ്ത് നോക്കാം. ഇല്ലെങ്കിൽ ഇങ്ങനത്തെ കുഞ്ഞൊരു ക്രിസ്മസ് ട്രീ വാങ്ങാം. ഇത് 2 ഫീറ്റാണ് വരുന്നത്. 2 അടിയുടെ വലുപ്പമുള്ള കുഞ്ഞൊരു ക്രിസ്മസ് ട്രീ ആണ്. അപ്പോൾ നമുക്ക് ചെറുതായിട്ട് റൂമുകളിലൊക്കെ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഇങ്ങനത്തെ ഒരു ക്രിസ്മസ് ട്രീയും കുറച്ച് ചെറിയ ചെറിയ ഡെക്കോർ ഐറ്റംസ് അതിൻ്റെ ഡെക്കറേറ്റ് ചെയ്താൽ മതിയാവും. നമുക്ക് വലിയ ട്രീ വെക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ. ക്രിസ്മസ് ട്രീ വെച്ച് കഴിയുമ്പോൾ തന്നെ ഒരു ക്രിസ്മസ് വൈബ് നമ്മുടെ റൂമിലോട്ട് വരും. കൊച്ചൊരു ട്രീ ആയാലും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങളിപ്പോൾ ട്രീ ഇങ്ങനെ ഇല്ലെങ്കിലും ഉണ്ടാക്കുന്ന ക്രിസ്മസ് ട്രീ വെച്ചിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്ത് നമുക്ക് വളരെ എളുപ്പത്തിൽ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് ചെറിയൊരു കോഫി ടേബിൾ ഉണ്ട്. ആ ടേബിളുമ്പോൾ നമുക്ക് ചെറിയൊരു ഷീറ്റ് എന്തെങ്കിലും വിരിച്ചിട്ട് അതുമ്പോൾ റെഡ് കളർ ഷീറ്റ് ഞാൻ വിരിച്ചു കൊടുത്തിട്ട് എന്തെങ്കിലും ഡെക്കോർ അവിടെയും കൂടി വെക്കുകയാണ്. അപ്പോൾ നമുക്ക് കുറച്ച് സ്ഥലങ്ങളിൽ ഡെക്കോറൊക്കെ വെക്കാനുള്ളൂ. അപ്പോൾ അതൊക്കെ നമ്മൾ വെക്കുകയാണ്. ഈ വാൾ ഷെൽഫും ഇവിടെയുള്ള ഈ ഷെൽഫും കൂടി ഡെക്കറേഷൻസ് ഒക്കെ വെക്കാം. കൊച്ചു കൊച്ചു ഡെക്കോർ ഐറ്റംസ് എന്തെങ്കിലുമൊക്കെ വെച്ചാൽ മതി. അപ്പോൾ ഇങ്ങനൊരു ഷെൽഫോ അല്ലെങ്കിൽ വാൾ ഷെൽഫോ ഒക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഡെക്കറേറ്റ് ചെയ്യാൻ കുറച്ച് വെക്കാനായിട്ടൊരു സ്പേസ് ഉണ്ടാവും. അല്ലെങ്കിൽ നമുക്ക് വേറെ ഒന്നും നമുക്ക് ഇല്ലെങ്കിൽ നമുക്കിതൊന്ന് വെക്കാനോ ഡിസ്പ്ലേ ചെയ്യാനോ ഒത്തിരി ബുദ്ധിമുട്ടായിരിക്കും. മുൻപ് ആകെ അവിടെ ടിവിയുടെ സ്റ്റാൻഡ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുമ്പോഴൊക്കെ ഞാൻ ഓരോ ഡെക്കോറൊക്കെ വെക്കാറ്. അപ്പോൾ ഇതിങ്ങനെ വെച്ചതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചും കൂടി ഒരു സ്പേസ് കിട്ടിയെന്ന് പറയാം.
നല്ലൊരു എന്താ പറയുക ഫെസ്റ്റിവൽ ലുക്ക് കിട്ടാനായിട്ട് നമുക്ക് ലൈറ്റിങ് എന്തെങ്കിലും കൊടുക്കാം. അപ്പോൾ ഒരു മാല ലൈറ്റ് ഞാനിതുമ്മേ ഇട്ട് കൊടുക്കുകയാണ്, ഈ ഒരു ഷെൽഫും ഇട്ട് കൊടുക്കുകയാണ്. ഇത് നോർമൽ നമ്മൾ ഇടാറില്ല, ഇത് ക്രിസ്മസ് ആയതുകൊണ്ട് ഞാനിങ്ങനെ വെച്ചു എന്ന് മാത്രം. വല്ലപ്പോഴും ഇവിടെ ഇരിക്കുമ്പോൾ വേണമെങ്കിൽ ആ ലൈറ്റൊക്കെ ഒന്ന് ഓൺ ചെയ്ത് അവിടെ ഇരിക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമല്ലേ. പിന്നെ ഞാൻ ചെറിയൊരു ബാറ്ററി ലൈറ്റ് ഇതുപോലത്തെ മാല ലൈറ്റ് ക്രിസ്മസ് ട്രീയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷേ കൊച്ചു ക്രിസ്മസ് ട്രീ ആയതുകൊണ്ട് ആ ലൈറ്റ് കുറേ അധികമാണ് ഇതുമ്മക്ക്. എന്നാലും ചെറിയൊരു ലൈറ്റിന് വേണ്ടിയിട്ട് ഇരുട്ടാവുമ്പോൾ കുറച്ചും കൂടി ആ ലൈറ്റ് കാണാം കേട്ടോ. ഇപ്പോൾ ലൈറ്റ് ആയതുകൊണ്ട് പുറത്തായതുകൊണ്ട് അത്ര കാണാം. നമ്മുടെ ലിവിങ് റൂമിൻ്റെ മേക്ക് ഓവർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വൈറ്റ് ആൻഡ് റെഡും കോമ്പിനേഷനാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ കേർട്ടൻസ് ഇങ്ങനെ കളർ കൊടുത്തിട്ടുണ്ടായിരുന്നത്. രണ്ടാമത്തെ കാര്യമുള്ളത്, ഞാൻ മുൻപും ഇതുപോലെ പല പല മേക്ക് ഓവേഴ്സ് ക്രിസ്മസ് തീമിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സ്റ്റൈൽ കാണണം, അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ കുഷൻ കവേഴ്സൊക്കെ വെച്ചിട്ട് പടമൊക്കെ വരച്ചിട്ട് ഞാൻ ഫാബ്രിക് പെയിൻ്റൊക്കെ ചെയ്ത് അങ്ങനെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതിൽ നിന്നാണ് നമ്മൾ തുടങ്ങിയത്. പിന്നീടാണ് നമ്മൾ വാങ്ങിയിട്ടൊക്കെ ഇതുപോലെ ക്രിസ്മസ് ഡെക്കോറും അല്ലെങ്കിൽ ഇതുപോലെയൊക്കെ വെച്ചിട്ട് മേക്ക് ഓവർ ചെയ്യാൻ തുടങ്ങിയത് കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസിൻ്റെ ലിങ്കുകൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ കുറച്ചും കൂടി ഈസി ആയിരിക്കും പഴയ വീഡിയോസൊക്കെ കാണുമ്പോൾ. അപ്പോൾ നമ്മുടെ ലിവിങ് റൂം മേക്ക് ഓവർ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മുടെ ഡൈനിങ് റൂം മേക്ക് ഓവറിലോട്ട് പോവാം. അപ്പോൾ ഇനി നമുക്ക് ഡൈനിങ് റൂമിൽ കേർട്ടൻസ് വൈറ്റാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. റെഡ് കർട്ടൻസ് വേറെ ഉണ്ട്, പക്ഷേ എനിക്കത് ബെഡ്റൂം മേക്ക് ഓവറിലേക്ക് യൂസ് ചെയ്യുന്നതുകൊണ്ട് ഞാനിവിടെ വൈറ്റേ കൊടുക്കണേ. രണ്ടാമത്തെ കാര്യമുള്ളത്, ഇവിടെ നമ്മൾ റെഡ് കളറാണ് കുറച്ചുകൂടി കൂടുതലായിട്ട് വേറെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കേർട്ടൻസ് നമ്മൾ പ്ലെയിൻ വൈറ്റ് കേർട്ടൻസ് ആണ് യൂസ് ചെയ്യാൻ പോണത്. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ടേബിൾ ഷീറ്റ് വിരിച്ചു കൊടുക്കാം. ഇത് ഞാൻ വൈറ്റും അതുപോലെ തന്നെ ബ്ലാക്ക് ഒരു കോമ്പിനേഷൻ വരുന്ന ഒരു ടേബിൾ ഷീറ്റാണ്, കോട്ടൻ്റെ ആണ്. ഇത് ഫുള്ളായിട്ട് നമ്മുടെ ടേബിൾമ കവർ ചെയ്യുന്ന പോലെയല്ല, കുറച്ച് ചെറുതാണ്. നമ്മുടെ ടേബിളിന് ഓവൽ ഷേപ്പ് ആണല്ലോ, അതുകൊണ്ട്. അപ്പോൾ ഇതുമ്പോൾ ശരിക്കും ക്രിസ്മസ് ട്രീയുടെ ഡിസൈൻ പോലെ കുറേ മരങ്ങളുടെ ഡിസൈൻ ഉണ്ട്. അപ്പോൾ അത് മാച്ചുമായി. സാധാരണ ഞാനിപ്പോഴും വിരിക്കുന്നൊരു ഷീറ്റാണിത്, എന്നാലും ഇതിപ്പോൾ ക്രിസ്മസിന് മാച്ചായിട്ട് കിട്ടി. അതോടൊപ്പം തന്നെ ഞാൻ സീറ്റുമ്പോൾ കവർ ഇട്ട് കൊടുക്കുകയാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ചെയർ കവറാണിത്. ക്രിസ്മസിൻ്റെ തീമിൽ ക്രിസ്മസ് തൊപ്പികൾ പോലെ ഇരിക്കുന്നത് വെൽവെറ്റ് മെറ്റീരിയലാണ്, നല്ല ക്വാളിറ്റിയാണ് ഇത് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് 6 പാക്കായിട്ടാണ്, ഞാൻ 2 പാക്കാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇത് 2 വർഷമായി ഞാൻ യൂസ് ചെയ്യുന്നു എൻ്റെ ഓർമ്മ. കഴിഞ്ഞ 2 വർഷം ഞാനത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ ലിങ്കുകൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, ഈ പ്രൊഡക്റ്റുകളുടെയൊക്കെ നിങ്ങൾക്കിത് ചെക്ക് ചെയ്ത് നോക്കണമെങ്കിൽ. നല്ല ഭംഗിയുള്ളതായിരുന്നു. അതോടൊപ്പം തന്നെ ഇതിൻ്റെ കറക്റ്റ് ഫിറ്റിംഗ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു ചെയറിന്. അപ്പോൾ നോർമൽ ഇങ്ങനത്തെ ചെയറുകൾക്ക് ഇത് പാകാവും കേട്ടോ. നിങ്ങളുടെ ചെയറിൻ്റെ അളവ് അനുസരിച്ച് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ഇനി ടേബിളിൻ്റെ സെൻറ്ററിൽ എന്തെങ്കിലും ഒരു ക്രിസ്മസ് തീമിലുള്ള എന്തെങ്കിലും ഡെക്കോർ നമുക്ക് വെക്കാം, എന്തെങ്കിലും വെച്ചാൽ മതി. അപ്പോൾ ഞാൻ എന്തെങ്കിലും ഒന്നോ 2 ഐറ്റം മാക്സിമം വെക്കാറുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ കുറേ ഐറ്റംസ് ഒക്കെ വെച്ച് കഴിയുമ്പോൾ ഡൈനിങ് ടേബിളും ഫുഡ് കഴിക്കാതിരിക്കുമ്പോൾ അതൊക്കെ ഒരു തടസ്സമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ ഒരു വാട്ടറിങ് ക്യാൻ പോലത്തെ ഒരു ചെടിച്ചട്ടി ഉണ്ടായിരുന്നു, അതും അതുപോലെ തന്നെ അതിലൊരു ചെറിയ ട്യൂലിപ്പിൻ്റെ ഫ്ലവറിൻ്റെ പ്ലാസ്റ്റിക് പൂവാണ്, അതാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളിനി കേർട്ടൻസിൻ്റെ അവിടെ വേറെ ഒരു റെഡ് ഷെയ്ഡ് വേറെ കളറൊന്നും വരാത്തതുകൊണ്ട് തന്നെ വൈറ്റും റെഡ് കളറിലുള്ളൊരു പൂക്കളുടെ ഒരു ഗാർലൻഡ് നമ്മളിവിടെ ഹാങ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോൾ ചിലർ ചോദിക്കും ഇങ്ങനെ ഇത് എവിടെ നിന്ന് വാങ്ങിയെന്നൊക്കെ. അപ്പോൾ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഈ പറയുന്ന ഓരോ പ്രൊഡക്റ്റിൻ്റെയും ലിങ്കുകൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാറുണ്ട്. ചില സമയത്ത് കമൻറ്റിൽ ഞാൻ പിൻ ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ഡൈനിങ് റൂം മേക്ക് ഓവർ നമുക്ക് ഓവറോൾ കാണാം. അപ്പോൾ ഡൈനിങ് റൂമിൻ്റെ മേക്ക് ഓവർ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. കാരണം ഞാനിവിടെ ഒട്ടും മേക്ക് ഓവർ ചെയ്യാത്തൊരു സ്പേസാണ്, വല്ലപ്പോഴും മാത്രമേ ചെയ്യാറുള്ളൂ. അതുകൊണ്ട് തന്നെ നല്ല ക്യൂട്ടായിട്ട് തോന്നി, നല്ലൊരു ബ്രൈറ്റ്നസ്സും നല്ലൊരു ഭംഗി തോന്നി. നമ്മൾ ലിവിങ് റൂം അല്ലെങ്കിൽ ബെഡ്റൂം കുട്ടികളുടെ റൂമൊക്കെ നമ്മൾ മേക്ക് ഓവർ ചെയ്യാറുണ്ടെങ്കിൽ ഇവിടെ ഒട്ടും നമ്മൾ ചെയ്ത് വീഡിയോയിലും അതിലും വളരെ അപൂർവമാണ് ഷെയർ ചെയ്യാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം എനിക്ക് എൻ്റെ ഫേവറേറ്റ് മേക്ക് ഓവർ ഈ ഒരു ഡൈനിങ് ഏരിയയുടെ മേക്ക് ഓവർ ആയിരിക്കും എനിക്ക് തോന്നുന്നു.
അപ്പോൾ ഇന്നത്തെ ഈ ഒരു മേക്ക് ഓവർ വീഡിയോ എങ്ങനെയുണ്ടായിരുന്നു എന്ന് മറക്കാതെ പറയുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ സജഷൻസ്, നിങ്ങൾക്ക് ഏത് വീഡിയോസാണ് നെക്സ്റ്റ് കാണേണ്ടതെന്ന് ആഗ്രഹങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഓർഡർ അനുസരിച്ച് നമ്മൾ അത് ചെയ്യുന്നതായിരിക്കും. വഴിയെ നമ്മൾ മറ്റു റൂമുകളും മേക്ക് ഓവറൊക്കെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും. അതുവരെയും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ, ടേക്ക് കെയർ.